നമസ്കാരം. ഇന്ന് നീലഗിരി വിഷൻ എത്തിയിരിക്കുന്നത് മേച്ചേരി തറവാട്ടിലെ വിഷു വിശേഷങ്ങൾ പങ്കിടാനാണ്. നമുക്കിന്ന് അങ്ങോട്ട് പോയി നോക്കാം. അല്ല ഇത് ആരൊക്കെയാണ് വരിക? ഈശ്വര, ആരൊക്കെയാണ്? വരൂ. നമസ്കാരം. നമസ്കാരം. ആരെങ്കിലും കാത്തുക്കാണോ? മോനെ ഇവിടുന്ന ഒന്ന് കാണാൻ വന്നാണ്. ആണോ? എന്നാ കേറിയിരിക്കൂ. എനിക്കിട്ട് മനസ്സിലായില്ല. ഞാനൊരു യൂട്യൂബ് ചാനലിൽ നിന്ന് വരുന്നതാണ്. ആഹാ. ഇവിടെ ഈ മാച്ചേരി തറവാട്ടിൽ വിഷു ഓണൊക്കെ വരുമ്പോൾ നല്ല ആഘോഷമാണെന്ന് കേട്ടിട്ടുണ്ട്. അതൊന്ന് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ മോളെ, അച്ഛനും വന്നേ. ഓക്കെ മോനെ. അങ്ങനെയൊക്കെ ഒരു കാലം ഉണ്ടായിരുന്നതോ? അത് കഴിഞ്ഞു പോയി. ഓണാവട്ടെ വിഷു ആവട്ടെ എന്താണെങ്കിലും ഈ മുറ്റം നിറയെ ആളുകളായിരിക്കും. മക്കളൊക്കെ വിദേശത്താ. അവർ വിളിക്കാറില്ലേ? ഇടയ്ക്ക് വിളിക്കും. പിന്നെ എനിക്ക് ആകെ ആശ്രയം ഉണ്ടായിരുന്നത് എൻ്റെ ഭാര്യ ലക്ഷ്മി ആയിരുന്നു. അത് ഈ കഴിഞ്ഞ കർക്കിടകത്തില് പോയി. ഇപ്പൊ തനിച്ചാടോ. മക്കളൊക്കെ വിളിക്കാറില്ലേ? വിളിക്കാറുണ്ട്, വിളിക്കും. ഇപ്പൊ ആകെ ഒരു സമാധാനം എന്റെ ജബ്ബാറാ. ജബ്ബാറിന്റെ ഒരു ബാല്യകാല സുഹൃത്താ. അവൻ ഈ പറഞ്ഞ പോലെ എന്നൊക്കെ പോലെ തന്നെയാ. മക്കളൊക്കെ പുറത്താ. ഒരു നാണയത്തിന്റെ രണ്ടു വശ ഞങ്ങൾ രണ്ടുപേരും. വിഷുവായിട്ട് ഫുഡൊന്നും ഉണ്ടാക്കിയില്ലേ? ഇല്ല, ഇവിടെ വെച്ചു ഉണ്ടാക്കാൻ ആരും ഇല്ലല്ലോ. ഞാൻ ജബ്ബാറിനെ വിളിച്ച് സദ്യ പാർസൽ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. അവനിപ്പോ വരും. വിഷു ഉറക്കാവുമ്പോൾ ജബ്ബാർ ഇങ്ങോട്ട് വരും. വല്ല പെരുന്നാളും റംസാനൊക്കെ ഞാൻ അങ്ങോട്ട് പോകും. 100 ആയിസ. ജബ്ബാർ എത്തിയല്ലോ. രാവണിയെ, ഹോട്ടലിലൊക്കെ എന്താ ഒരു തിരക്ക്. ഈ വീട്ടിലൊന്നും ആരും വെച്ചുണ്ടാക്കുന്നില്ല തോന്നണേ. ഇന്ന് നമുക്കേ ക്ഷണിക്കാത്തൊരു അതിഥി ഉണ്ട്. ഹലോ, ഹാപ്പി വിഷു. രാവണിയെ, കൈനീട്ടം കിട്ടിയില്ല. എടാ നമുക്കേ, പ്രഭാതത്തിൽ എണീറ്റ് കൃഷ്ണനെ തൊഴുത് വാങ്ങുന്നതാണോ ഈ കൈനീട്ടം? അല്ല നട്ടുച്ചയ്ക്കാണോ കൈനീട്ടം? എന്റെ രാമനും കൃഷ്ണനൊക്കെ താനല്ലോടോ. തന്നെ കാണാൻ നേരം കാലം കൊണ്ടോ എനിക്ക്? ഇല്ലടോ, സമയത്തിനൊന്നും വലിയ കാര്യമില്ലടോ. ഇനി ഞാൻ പതിവ് തെറ്റിക്കുന്നില്ല. എന്താ തൊഴുത് നിന്റെ കൈനീട്ടം. ഞാൻ നിന്നെ സന്തോഷം. ഈ ആഘോഷത്തിൽ ഞാൻ കൂടിക്കോട്ടെ? കൂടിക്കോടോ. സദ്യ വേണേ? ഉള്ളത് കൊണ്ട് ഓണം പോലെ. ഓണം പോലെയല്ല, വിഷു പോലെ. അല്ല പിന്നെ. ഏവർക്കും നീലഗിരി വിഷന്റെ വിഷുദിന ആശംസകൾ.